തൊട്ടു മുൻപത്തെ ക്ലാസിന്റെ ഭാഗമായി നാം നിർമ്മിച്ച പൂമ്പാറ്റയെ കുറിച്ചുള്ള ഡോക്യുമെന്റ് ആണിത്. ഒരല്പം കൂടി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഡ്രോപ്പ് ക്യാപ്സ് നൽകിയിട്ടുണ്ട്. ഹെഡിംഗ് സ്റ്റൈൽ ചെറിയ രൂപത്തിൽ മാറ്റിയിട്ടുണ്ട്. വിവിധ പേജുകളിലായി പുതിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റൈലുകളിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ പേജുകൾ ഉള്ളത്. ഫോട്ടോ ക്യാപ്ഷൻ എല്ലാ ഫോട്ടോയിലും ഒരേപോലെ വന്നിരിക്കുന്നതായി കാണാം. അതുപോലെ ഹെഡിങ്ങുകളും ഒരുപോലെയാണ് ഉള്ളത്. നമുക്കിതിന്റെ സ്റ്റൈൽ എഡിറ്റ് ചെയ്യുന്നതും മാറ്റം വരുത്തുന്നതുമാണ് ഈ ഒരു വീഡിയോയിൽ പരിശീലിക്കാനുള്ളത്. ഇവിടെ നൽകിയിരിക്കുന്ന സ്റ്റൈലുകൾ തിരിച്ചറിയുന്നതിന് ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിലെ പാരഗ്രാഫ് സ്റ്റൈൽ നോക്കിയാൽ മതിയാവും. ഇവിടെ ഹൈലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ക്യാരക്ടർ സ്റ്റൈലിൽ ഹെഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗം പാരഗ്രാഫ് സ്റ്റൈലിൽ സബ് ഹെഡ് ആയി കൊടുത്തിരിക്കുന്നു. ഹൈലൈറ്റ് ആണ് ഈ ഭാഗം. ഈ ഭാഗങ്ങളൊക്കെ ഡീഫാൾട്ട് പാരഗ്രാഫ് സ്റ്റൈലാണുള്ളത്. നമുക്കിതിൽ ഈ സബ് ഹെഡ് എന്നതിന്റെ സ്റ്റൈൽ മാറ്റി നോക്കാം. എഡിറ്റ് സ്റ്റൈൽസ് എന്നതിൽ സബ് ഹെഡ് മാറ്റുന്നു. അതിനിപ്പോൾ യെല്ലോ ആണ് ബാക്ക്ഗ്രൗണ്ട് നിറം കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിന്റെ നിറം മാറ്റാം. കൂടുതൽ നിറങ്ങൾ ആവശ്യമാണെങ്കിൽ നേരത്തെ പഠിച്ചതുപോലെ കളേഴ്സ് ആൻഡ് ഫിൽസ് എന്നതിൽ നിന്ന് ആവശ്യമുള്ള നിറങ്ങൾ കൂടുതൽ നിറങ്ങൾ ചേർക്കുന്നു. ഇനി നമുക്ക് സ്റ്റൈൽസിനെ സബ് ഹെഡിൽ നിന്ന് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോയിൽ നിന്ന് മാറ്റി മറ്റൊരു കളർ നൽകാം. ഞാൻ ഈ ഒരു നിറം സെലക്ട് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. കാരണം നമ്മുടെ ഡോക്യുമെന്റിൽ നാം നേരത്തെ സബ് ഹെഡ് ഉപയോഗിച്ച മുഴുവൻ സ്ഥലങ്ങളിലും ഒരുമിച്ച് തന്നെ അതിന്റെ ഫോർമാറ്റിംഗ് മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഫോർമാറ്റിംഗ് ജോലികൾ എളുപ്പമാക്കുന്നതിൽ വലിയൊരളവിൽ ഉപകാരപ്പെടുന്ന ഒന്നാണ് സ്റ്റൈലുകൾ. ഇനി ഈ സ്റ്റൈലുകൾ നൽകുന്നതിനുള്ള മറ്റൊരു രീതി കൂടി നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ സ്റ്റോറി എഡിറ്റർ ഉപയോഗിച്ചാണ് സ്റ്റൈലുകൾ നൽകുന്നത്. ടെക്സ്റ്റ് ഫ്രെയിം ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റോറി എഡിറ്റർ ഓപ്പൺ ചെയ്യുന്നു. സ്റ്റോറി എഡിറ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ മുഴുവൻ ടെക്സ്റ്റ് മാറ്ററും ഇത്തരത്തിൽ സ്റ്റോറി എഡിറ്ററിൽ തുറന്നു വരും. ഈ ഒന്നാമത്തെ പാരഗ്രാഫ് ഡീഫാൾട്ട് പാരഗ്രാഫ് സ്റ്റൈലാണുള്ളത്. ഈ ഒരു പാരഗ്രാഫ് നമുക്ക് അവിടെ കാണാം. ഹൈലൈറ്റ് എന്ന പാരഗ്രാഫ് സ്റ്റൈലാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഭാഗം ഹൈലൈറ്റിംഗ് ആയി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ പാരഗ്രാഫിലും നാം ഉപയോഗിച്ച സ്റ്റൈൽ നമുക്ക് ഈ സ്റ്റോറി എഡിറ്ററിൽ കാണാൻ സാധിക്കും. നമുക്കിവിടെ വേണമെങ്കിൽ ഇതിന്റെ സ്റ്റൈൽ മാറ്റാം. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഈ ഒരു പാരഗ്രാഫിന് ഡീഫാൾട്ട് പാരഗ്രാഫ് സ്റ്റൈൽ എന്നതിന് പകരം ഫോട്ടോ ക്യാപ്ഷൻ നൽകുന്നു. നോക്കാം, നമുക്കത് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പാരഗ്രാഫ് പൂർണ്ണമായും ഫോട്ടോ ക്യാപ്ഷൻ എന്ന സ്റ്റൈലിലേക്ക് മാറിയിരിക്കുന്നു. നാം നേരത്തെ നിർമ്മിച്ച ഫോട്ടോ ക്യാപ്ഷൻ സ്റ്റൈലാണ് ഇവിടെ ഇപ്പോൾ അപ്ലൈ ആയിരിക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് സ്റ്റോറി എഡിറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് മാറ്ററിലെ ഏത് ഭാഗത്തിനും പാരഗ്രാഫ് സ്റ്റൈൽ നൽകാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ഭാഗം ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. ഇത്തരത്തിൽ നമുക്ക് ആവശ്യമുള്ള ഏത് ഭാഗങ്ങളെയും എളുപ്പത്തിൽ മാറ്റാൻ നമുക്ക് സ്റ്റൈലുകൾ ഉപയോഗിക്കാം. പാരഗ്രാഫിന് പുതിയ സ്റ്റൈൽ നൽകുന്നതിന് എപ്പോഴും സ്റ്റോറി എഡിറ്റർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതേസമയം ഒരു പ്രത്യേക വാക്ക് ഹൈലൈറ്റ് ചെയ്യുന്നതിന് നമുക്ക് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിലെ ക്യാരക്ടർ സ്റ്റൈലാണ് പ്രയോജനപ്പെടുക. ഏതായാലും സ്റ്റൈലുകളുടെ ഉപയോഗത്തിലൂടെ നാം സാധാരണ രൂപത്തിൽ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് മാറ്ററിനെ ഒരു മാഗസിൻ ലുക്കിലേക്ക് കൊണ്ടുവരാനും അതിന് ഒരു പ്രൊഫഷണൽ ഡിസൈനിങ് ടച്ച് നൽകാനും നമുക്ക് സാധിക്കുന്നുണ്ട്. സ്റ്റൈലുകളും സ്റ്റോറി എഡിറ്ററും ഒരുമിച്ച് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ലേഔട്ടിംഗ് ഡിസൈനിങ് ജോലികൾ എളുപ്പത്തിലും ഭംഗിയായും തീർക്കാൻ നമുക്ക് സാധിക്കും.